റോജ, ഇടതു മുന്നണിയിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനാണോ? കാരണം വെള്ളാപ്പള്ളി നടേശൻ്റെ പേരിലാണ് CPM-ഉം CPI-എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മറുപടികളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമീപകാലത്തൊന്നും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരോ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയോ ഇത്ര വലിയൊരു പ്രതിസന്ധിയെ നേരിട്ടിട്ടില്ല. കാരണം LDF-ന് പുറത്തുള്ള ഈ വെള്ളാപ്പള്ളി നടേശനെ ചൊല്ലിയാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് CPI വെള്ളാപ്പള്ളിക്കെതിരായിട്ടുള്ള സംസാരങ്ങൾക്ക് ഒരു തുടക്കം വെച്ചിരുന്നു. അതിങ്ങനെ പുകഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് സർക്കാരിനും പാർട്ടിക്കും എതിരാകുന്ന ഒരു ഘട്ടത്തിൽ വന്നപ്പോഴത്തേക്ക് CPI വെള്ളാപ്പള്ളിയല്ല LDF എന്നും വെള്ളാപ്പള്ളിയല്ല LDF-ൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നൊക്കെയുള്ള പരസ്യമായ പ്രഖ്യാപനങ്ങൾ നടത്താൻ തുടങ്ങി. അപ്പോൾ അതിനു മുമ്പ് തന്നെ വെള്ളാപ്പള്ളിയെ പൊതിഞ്ഞുകൊണ്ടായിരുന്നു പിണറായി വിജയൻ്റെ നിലപാടുകൾ അധികവും. വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയല്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടുകൾ മുസ്ലിം സമുദായത്തിനെതിരെയല്ല മുസ്ലിം ലീഗിനെതിരാണെന്നൊക്കെ ഒരു നിലപാടായിരുന്നു പിണറായി വിജയനും ഉണ്ടായിരുന്നത്. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നത് പിണറായി വിജയനും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു റിസൾട്ടാണ് ഉണ്ടായത്. അപ്പോൾ അതിന് ശേഷം പാർട്ടിക്കുള്ളിൽ നിന്ന് ജില്ലാ കമ്മിറ്റികളിലൊക്കെ തന്നെ പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള സഖ്യം ന്യൂനപക്ഷങ്ങളെ അകറ്റാനിടയാക്കി എന്നുള്ള വർത്തമാനം പല ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് വരികയും ഇനി പത്തനംതിട്ടയിൽ നിന്നൊക്കെയാണ് അത് തുടക്കം വെച്ചത്. അത് പിന്നെ പല ജില്ലാ കമ്മിറ്റികളും അത് ഏറ്റുപിടിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് പോയി. അത് CPI നേരത്തെ പറഞ്ഞിരുന്നതിന് ഏതാണ്ട് എൻഡോഴ്സ് ചെയ്യുന്ന തരത്തിലാണ് ജില്ലാ കമ്മിറ്റികളുടെ വന്നെങ്കിൽ, പക്ഷേ സംസ്ഥാന കമ്മിറ്റി ആ തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്കൊന്നും പോയില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിന് ശേഷം പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ പത്രസമ്മേളനത്തിലാണ് അതിരൂക്ഷമായ ഭാഷയിൽ വെള്ളാപ്പള്ളിയെ ആക്രമിക്കുകയൊക്കെ ചെയ്ത് അതിന് മറുപടി വെള്ളാപ്പള്ളി ശിവഗിരിയിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു. വിശ്വസിക്കാൻ കൊള്ളാത്തവന്മാരാണ്, ചതിയൻ ചന്തുവാണെന്നും ഒക്കെ പറഞ്ഞ് വെള്ളാപ്പള്ളിയും CPI-യെ പരമാവധി പ്രകോപിപ്പിച്ചു. അതിന് മറുപടിയായിട്ടാണ് ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവനകളുണ്ടായത്. അപ്പോൾ ഇന്നിപ്പോൾ PD സതീശൻ പറഞ്ഞ പോലെ ഒരു അസ്ഥിര മുന്നണിയായിട്ടാണ് ഇടതുപക്ഷ മുന്നണി പോകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ആരെ ചൊല്ലിയാണ്? തെരഞ്ഞെടുപ്പ് തോൽവിയേക്കാൾ ഉപരി വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടുകളെ CPM എൻഡോഴ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയും ഒക്കെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വർഗീയ പ്രസ്താവനകളെ CPM അംഗീകരിക്കുന്നു എന്നുള്ള മട്ടിലാണ് CPI-യുടെ സംസാരം. അതാണ് VD സതീശൻ എന്ന് പറയാനുള്ള കാര്യം. ഈ മുന്നണി ഇപ്പോൾ ഒരു അസ്ഥിര മുന്നണിയായിട്ട് മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയാത്ത വർഗീയ പ്രസ്താവനകൾ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പറയിപ്പിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് പോകുന്നു. അപ്പം വെള്ളാപ്പള്ളി നടേശൻ്റെ പൊതുവെയുള്ള സംസാരത്തിൻ്റെ പൊതുവെയുള്ള പ്രസ്താവനകളുടെ എല്ലാം ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധതയാണെന്ന് അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിരുദ്ധതയാണെന്ന് ആൾക്കാർക്ക് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയൊരു സംസാരം തന്നെയുണ്ട്. അദ്ദേഹം അതിനെ ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും പ്രത്യക്ഷത്തിൽ ഒരു തനി വർഗീയവാദിയുടെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ഏതാണ്ട് അതിനെതിരായിട്ട്. കാരണം ശ്രീനാരായണ ഗുരു നമ്മളെ പഠിപ്പിച്ചതും ഈ നാട്ടിൽ പ്രചരിപ്പിച്ചതുമായ നിലപാടുകൾക്കും ആശയങ്ങൾക്കും എതിരായിട്ടുള്ളൊരു പ്രസ്താവന നടത്തുകയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പാത പിന്തുടരുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളും എല്ലാം തന്നെ വെള്ളാപ്പള്ളിയുടെ നിലപാടുകളെ അംഗീകരിക്കാത്തതിന് ഒരു പ്രധാന കാരണം. അതാണ് CPI ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നതും CPM അംഗീകരിക്കാതെ പോകുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് അസംബ്ലി തെരഞ്ഞെടുപ്പിന് കേവലം 2-3 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ വെള്ളാപ്പള്ളിയുടെ നിലപാടിനെ ചൊല്ലി ഒരു മുന്നണിക്കകത്ത് കലഹമുണ്ടാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരു തരത്തിലും LDF-നെ സഹായിക്കുന്ന രീതിയിലുള്ള നിലപാടുകളല്ല ഈ വെള്ളാപ്പള്ളി പറയുന്നത്. CPM-നകത്തുള്ളവർക്കും അറിയാം, പൊതുസമൂഹത്തിനും അറിയാം, ഇടതുപക്ഷ സാംസ്കാരിക നായകർക്കും എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതാർക്കും പറയാനുള്ള ധൈര്യമില്ല. അങ്ങനെയെങ്കിലും പറയാൻ ധൈര്യം കാണിച്ച ഇപ്പോൾ CPI മാത്രമാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശന് ഇത്രയും വലിയ അംഗീകാരം എന്തുകൊണ്ടാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടി നൽകുന്നു എന്നുള്ള ന്യായമായ ചോദ്യം ഇടതുപക്ഷ അനുഭാവികളുടെ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. വെള്ളാപ്പള്ളിയുടെ ഈ വർഗീയ നിലപാടുകൾ നിമിത്തമാണ് വടക്കേ മലബാറിലെ ഈ വലിയ തോൽവി പാർട്ടിക്കുണ്ടാകാൻ കാരണമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അത് വീണ്ടും കുറച്ചുകൂടി ഉറപ്പിക്കുന്ന തരത്തിലേക്കാണ് വെള്ളാപ്പള്ളിയുടെ ഇന്നത്തെയും ഈ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനകളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. വെള്ളാപ്പള്ളി നടത്തുന്ന വർഗീയ പരാമർശങ്ങളെയെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങൾ മതനിരപേക്ഷതയുടെ ഒപ്പമാണെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് അതാണ് CPM-ൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെ ആ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളെ പൂർണ്ണമായ തരത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും ആ നിലപാടുകളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നത് പിണറായി വിജയനാണെന്ന് പൊതുവേ ഒരു സംസാരമുണ്ട്. കാരണം ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു എന്നാണ്
പൊതുവെ എല്ലാവരും പറയുന്നതും പാർട്ടിയുടെ അകത്തുള്ള നേതാക്കളും പറയാൻ ധൈര്യമില്ലെങ്കിലും അവരൊക്കെ പറയാതെ പറഞ്ഞു വെക്കുകയൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. ഇങ്ങനെ വെള്ളാപ്പള്ളിയെ ഉണ്ടോ എന്നുള്ള ചോദ്യം പാർട്ടിക്കകത്ത് തന്നെ കുറേ നാളുകളായിട്ട് തന്നെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് പിണറായി വിജയൻ അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ പിണറായി വിജയൻ ഇപ്പോഴും വീണ്ടും പറയുന്നത് എവിടെയാണ്, വെള്ളാപ്പള്ളി നടേശനെ ഞാൻ കാറിൽ കയറ്റി അയ്യപ്പ സംഗമത്തിന് കൊണ്ടുപോയി തെറ്റില്ല, ഞാൻ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞല്ലോ, ഞാനാണെങ്കിൽ അദ്ദേഹത്തെ കാറിൽ കയറ്റിയില്ല. അദ്ദേഹം പറയുന്നു ബിനോയ് വിശ്വം അല്ല പിണറായി എന്ന് പറയുന്നത്, ഞാൻ പൂർണ്ണമായും വെള്ളാപ്പള്ളി നടേശനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് പിണറായി ആവർത്തിച്ച് പറയുന്നത്. ഈ നിലപാട് പാർട്ടിക്ക് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഈ പാർട്ടിക്കുള്ളിലെ അംഗങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിലുള്ളവരാണ് അത് തീരുമാനിക്കും. പക്ഷേ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി അത് പറയാനുള്ള ധൈര്യം പാർട്ടിക്കുള്ളിൽ ആർക്കും ഇല്ലാതെ പോകുന്നതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ വെള്ളാപ്പള്ളി ഇങ്ങനെ തലവെക്കുന്നതും ഈ നിലപാടുകളെ അംഗീകരിക്കാൻ ഇവർ നിർബന്ധിക്കപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു കാരണം അതാണ്. മറുവശത്ത് CPI തങ്ങൾ കുറച്ചുകൂടെ മതനിരപേക്ഷത ഉള്ള നിലപാടുള്ള പാർട്ടിയാണെന്നും വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നുമില്ല എന്ന് പൊതുസമൂഹത്തോട് വന്ന് പറയുകയാണ്. ഇന്നലെ 45 മിനിറ്റ് നേരം എടുത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ ബിനോയ് വിശ്വം അടിമുടി പറഞ്ഞത് മുഴുവൻ ഞങ്ങൾ വെള്ളാപ്പള്ളി അംഗീകരിക്കുന്ന, വെള്ളാപ്പള്ളിക്ക് LDFുമായി ബന്ധമില്ല, വെള്ളാപ്പള്ളി അല്ല LDF എന്ന് 3 കാര്യങ്ങൾ വളരെ അസന്നിഗ്ധമായ ഭാഷയിൽ ശബ്ദം ഉയർത്തി തന്നെയാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. അവരുടെ പാർട്ടി ചെറുതാണെങ്കിലും തൽക്കാലത്തേക്കെങ്കിലും വെള്ളാപ്പള്ളിക്കെതിരായിട്ട് വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്ന് ഉറക്കെ പറയാനുള്ള ധൈര്യം അദ്ദേഹം കാണിച്ചു. പക്ഷേ മറുവശത്ത് CPMനകത്ത് ഇന്ന് MV ഗോവിന്ദനും പറയുന്നു വെള്ളാപ്പള്ളി ഒരു വർഗീയവാദിയായി ഞങ്ങൾ കാണുന്നില്ല. ഇത് മിനിഞ്ഞാന്ന് പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞ തന്നെയാണ് അവിടെയും ആവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നഷ്ടം വരുന്നത് ആർക്കാണ്? യഥാർത്ഥത്തിൽ LDFന് തന്നെയാണ്. LDFനോടൊപ്പം നിന്ന, അതായത് 2021 2016 LDFനോടൊപ്പം നിന്ന ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി ഈ പാർട്ടിയിൽ അകന്നുപോയി എന്നുള്ളത് കണ്ടതാണ്. അപ്പോൾ അതിന് ബദലായിട്ടാണ് ഭൂരിപക്ഷ വർഗീയതയെ പരാമർശിക്കുന്ന തരത്തിലേക്ക് വീണ്ടും CPM പോകാൻ നിർബന്ധിക്കപ്പെടുന്നതും അത് കേരളത്തെ വേറൊരു ധ്രുവീകരണത്തിലേക്ക് എത്തിക്കുമെന്നുള്ള ഭയപ്പാട് CPIക്കുണ്ട്. കാരണം ഈ റിയാക്ഷൻസ്, കാരണം അവരുടെ CPIയുടെ വിലയിരുത്തൽ തന്നെ കേരളത്തിൽ പ്രധാനപ്പെട്ട രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ പൂർണ്ണമായും UDFിലേക്ക് ഒലിച്ചുപോയി എന്നാണ് അവരുടെ കണ്ടെത്തൽ. അപ്പോൾ ഒരു തരത്തിൽ പോലും കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ LDFനെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ള അപായ സൂചന CPIക്കുണ്ട്. പക്ഷേ ആ കാര്യം CPM അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. വീണ്ടും ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മറുവശത്ത് ഭൂരിപക്ഷ വർഗീയതയുടെ വക്താക്കളായിട്ട് BJP നിൽക്കുമ്പോൾ CPMൻ്റെ വോട്ടുകളാണ് BJPയിലേക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ 2 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും കണ്ടു, ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും CPMൻ്റെ വോട്ടുകളാണ് BJPയിലേക്ക് ചോർന്നു പോകുന്നതായിട്ട് കണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നൽകുന്ന വലിയൊരു അപായ സൂചന LDFനുണ്ട്. അത് അവർ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. വെള്ളാപ്പള്ളി നടത്തുന്ന വർഗീയ പരാമർശങ്ങളിൽ എന്താണ് അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഇന്ന് കഴിഞ്ഞ ദിവസം മലപ്പുറം പരാമർശത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്നാണ് ഇന്ന് വിശേഷിപ്പിച്ചത്. അല്ല, അതിരുവിട്ട പ്രസ്താവനകളാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക. കാരണം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സമുദായം കേരളത്തിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ട് മനുഷ്യനാണ് ഏറ്റവും വലുത് എന്നുള്ള പ്രഖ്യാപനം നടത്തിയ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനമാണ്. അതിനെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുക. അതല്ല വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള വ്യക്തിക്കല്ലല്ലോ നമ്മുടെ സമൂഹത്തിൽ പ്രാധാന്യം. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ശ്രീനാരായണ ഗുരു നട്ടു വളർത്തിയ പ്രസ്ഥാനത്തെയാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്തത്. നമ്മുടെ നാട്ടിലെ ഒരുപാട് സാംസ്കാരിക വിപ്ലവങ്ങൾക്ക്, നമ്മുടെ നാട്ടിലെ ആൾക്കാരെ ജാതിക്കും മതത്തിനും എതിരായിട്ട്, അതിൻ്റെ ഈ വർഗീയതയ്ക്കെതിരായിട്ട് ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ഒരു മഹാഗുരുവിൻ്റെ പ്രസ്ഥാനത്തെയാണ് ഇദ്ദേഹം പ്രതിദാനം ചെയ്യുക. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ വിലയും നിലയും അംഗീകാരവും ഒക്കെ കിട്ടുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തായിട്ടുള്ള നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. കേരളത്തിലെ ഈ ചെറിയൊരു സംസ്ഥാനത്തെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ മുഴുവൻ. ന്യൂനപക്ഷങ്ങൾ അമിതമായി സ്വത്ത് സമ്പാദനം നടത്തുന്നു, അവകാശങ്ങൾ പിടിച്ചെടുക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം സ്ഥിരമായി പറയുന്നത്. അപ്പോൾ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആവർത്തനം എന്ന് പറയുന്നത് CPM പോലെ ഒരു മതേതര നിലപാടുകളുള്ളൊരു പാർട്ടിക്ക് ചേർന്നാണോ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നത്? അപ്പോൾ അങ്ങനെയുള്ള ന്യായമായ ചോദ്യങ്ങൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ബാധിക്കുന്ന, വെള്ളാപ്പള്ളി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരാളല്ല, വെള്ളാപ്പള്ളിയുടെ പാർട്ടിയും രംഗത്തില്ല. പക്ഷേ CPM പോലൊരു പാർട്ടിക്ക് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളിലുണ്ടായ മുന്നറിയിപ്പുകൾ CPM അംഗീകരിക്കുന്നില്ലെങ്കിൽ, അത് മുഖവിലയ്ക്ക് എടുക്കുന്നില്ലെങ്കിൽ CPMന് തന്നെയാണ് നഷ്ടം വരാൻ പോകുന്നത്.